ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 ഇടുക്കി, മലപ്പുറം ജില്ലകളിലായി നടന്ന LDC എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. 2. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. 3. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. 4. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 2. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. 3. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 4. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 4 പ്രസ്താവനകൾ ഇവിടെ ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. 2. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. 3. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിൽ മേൽ ഒരു ചുങ്കം ചുമത്തി. 4. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്കം നിയമം പാസാക്കി. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2, 3, 4. ആറാമത്തെ ചോദ്യം, 77ാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാം ശരിയാണ്. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഓപ്ഷൻ സി ക്യോട്ടോ പ്രോട്ടോകോൾ. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ്? ഓപ്ഷൻ ഡി താപ്തി. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി പർവ്വതക്കാറ്റ്. 11ാമത്തെ ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മയിൽ. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 14ാമത്തെ ചോദ്യം, ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ്? ഓപ്ഷൻ സി വാർത്താവിനിമയം. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, മറ്റൊന്ന് കാരണവും. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘനവ്യവസായങ്ങളുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു.
ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണമാണ്. 17ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രാജസ്ഥാൻ. 19ാമത്തെ ചോദ്യം, PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3ഉം 4ഉം. അതായത് നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 2ഉം 4ഉമാണ് ശരി. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 3ഉം. 23ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തു. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 2ഉമാണ് ശരി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശ്രീ ഹർദീപ് സിംഗ് പുരി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ഓപ്ഷൻ ഡി 18ാമത്തെ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി വയോമിത്രം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 2ഉം മാത്രം. 29ാമത്തെ ചോദ്യം, ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ഏത് വിമാനത്താവളമാണ്? ഓപ്ഷൻ ബി കൊച്ചി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുന്നു? ഓപ്ഷൻ സി 100. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഓപ്ഷൻ സി KJ യേശുദാസ്. 32ാമത്തെ ചോദ്യം, 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഓപ്ഷൻ എ ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ഗവർണർ. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ്? ഓപ്ഷൻ എ പെരികാർഡിയം. നിപ്പ അസുഖമുണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ എ വൈറസ്. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി താലോലം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: 1 വ്യായാമക്കുറവ്,
2 സാംക്രമികം, 3 പരമ്പരാഗതം, 4 അമിത ഭക്ഷണം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 4ഉം. ശ്വേത രക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ത്രോംബോസൈറ്റ്. DNA നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി യുറാസിൽ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്? ഓപ്ഷൻ എ അഭികേന്ദ്ര ബലം. 44-ാമത്തെ ചോദ്യം. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡെസിബൽ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ. 2023 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലോഡിയ ഗോൾഡി. എക്വാറീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. 50-ാമത്തെ ചോദ്യം. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്തു. 51-ാമത്തെ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 52-ാമത്തെ ചോദ്യം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി ഫാദർ ക്ലെമന്റ് പിയാനിയസ്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 2ഉം 4ഉം. അതായത് അവൻ വീണ്ടും വരുന്നു, 1728 ക്രൈം 27. 54-ാമത്തെ ചോദ്യം. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഗാർഹിക വാസ്തുവിദ്യ. 55-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചെണ്ട, ചെങ്ങില, ഇലത്താളം, ശുദ്ധമണ്ഡലം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉം. സമ്പർക്ക ക്രാന്തി, അതോടൊപ്പം തന്നെ മുഴക്കം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലോസ് ഏഞ്ചൽസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. 60-ാമത്തെ ചോദ്യം. മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്നതിനായി HTML ടാഗ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 66F. 62-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 63. പാന്തർ, ജ്വാക്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ്? ഓപ്ഷൻ ബി മാക്. 64-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഓപ്ഷൻ സി 5(2). ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഓപ്ഷൻ ഡി 50 ലക്ഷം. 66-ാമത്തെ ചോദ്യം. 66-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 67. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക?
ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുകളിൽ പറഞ്ഞത് എല്ലാം. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മാർച്ച് 15. 70-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം, 2007. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ചോദ്യങ്ങളാണ്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു തന്നെ പഠിക്കണം. ഇവിടെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20-ന്റെയും 10-ന്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകളെങ്കിൽ 20-ന്റെ എത്ര നോട്ടുകളുണ്ട്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 3. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 29,160. 73-ാമത്തെ ചോദ്യം. ഈ ചതുരത്തിന്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണ്. എന്നാൽ നീളം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 35. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 13/40ന്റെ ദശാംശ രൂപം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 0.325. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 15 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമായാൽ വ്യാപ്തം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 77-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഓപ്ഷൻ ഡി 105 ഡിഗ്രി. 0.125ന്റെ ക്യൂബിനെ ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 സ്ക്വയർ കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 8. ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 25. ഏത് സമചതുരത്തിലും വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1:4. 81-ാമത്തെ ചോദ്യം. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പോർട്ട്. ദ അന്റോണിം ഓഫ് കണ്ടാമിനേറ്റ് ഈസ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്യൂരിഫൈ. 83-ാമത്തെ ചോദ്യം. എയ്തർ ദ പേരൻസ് ഓർ ദ ഗേൾ ഡാഷ് ടു ബ്ലെയിം ഇൻ ഹിസ് അഫെയർ. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 84-ാമത്തെ ചോദ്യം. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പുട്ടം. 85-ാമത്തെ ചോദ്യം. മിമി സെഡ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദിസ് ലെറ്റർ. ചേഞ്ച് ഇറ്റ് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. മിമി സെഡ് ദാറ്റ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് ദാറ്റ് ലെറ്റർ. 86-ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഫോർ എ മെയിൽ സ്വാൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോവ്. അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. 88-ാമത്തെ ചോദ്യം. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ ദ ഗാർഡ് ഡാഷ് ദ വിസിൽ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹാഡ് ബ്ലോൺ. 89-ാമത്തെ ചോദ്യം. ദ സിനോണിം ഓഫ് ദ വേർഡ് എലക്വന്റ് ഈസ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫ്ലുവന്റ്. 90-ാമത്തെ ചോദ്യം. ഷി ഗേവ് മീ ഡാഷ് ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ. പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ഡി സലിംഗ ബഹുവചനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം. വൃദ്ധയുടെ വാക്കുകൾ എന്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. 95-ാമത്തെ ചോദ്യം. ഉചിതമായ മറുപടി. അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി ഏതാണ്?
ഓപ്ഷൻ ബി ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഛത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഗ്രം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പിൻ അധികം കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഐഹികം. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.